ലോക പരിസ്ഥിതി ദിനം. സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ നട്ടു. ഹരിത സന്ദേശമുയർത്തി ആഘോഷം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെയും വരും തലമുറയ്ക്കായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് വിപുലമായി പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന സന്ദേശത്തിലൂന്നിയാണ് ഈ വർഷത്തെ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. തലയിൽ ഗവൺമെന്റ് KVLP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ജിത വിനോദ് കോട്ടുകാൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ജിജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന, രജിത, ലത, ഗ്രന്ഥശാല പ്രസിഡന്റ് മഹാത്മാ ഷിബു എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സംസാരിച്ചു. പിന്നെ ഇന്നത്തെ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ ഇന്ന് പലതരത്തിലുള്ള മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മലിനീകരണങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഭൂമിയെ വരും തലമുറകൾക്കായി എന്ത് ചെയ്യണം, നമ്മൾ കരുതണം. കരുതിയാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. നമ്മൾ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ജീവജാലങ്ങളുണ്ട്, പിന്നെ മത്സ്യങ്ങളുണ്ട്, മൃഗസമ്പത്തുണ്ട്, സസ്യങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാ പേരെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരുമയോടുകൂടി നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ പരിസ്ഥിതി മലിനീകരിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അതിന് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, വെരി ഗുഡ്. ബർത്ത്ഡേ അങ്ങനെയെല്ലാം വരുമ്പോൾ ഓരോ ബർത്ത്ഡേക്ക് നമ്മൾ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീടിന് ചുറ്റും നല്ല ഓക്സിജൻ കിട്ടുകയും നല്ല വായു ശ്വസിക്കാനും എല്ലാത്തിനും സാധിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ആയാലും നമ്മൾ അല്ലാതെ പുകയായാലും എല്ലാ രീതിയിലും പരിസ്ഥിതി മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കണമെങ്കിൽ വരും തലമുറയെ നിങ്ങളും അതിനൊരു മുന്നോടിയായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പ്ലാസ്റ്റിക് യഥാർത്ഥ രീതിയിൽ സംസ്കരിക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ തുടർന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല വായു കിട്ടണമെങ്കിലും ശുദ്ധമായ ജലം കിട്ടണമെങ്കിലും നമ്മളുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായിരിക്കണമെങ്കിലും ധാരാളം വൃക്ഷങ്ങൾ വേണം, അല്ലേ? വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുള്ള വൃക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിന് വേണ്ടുന്ന വളമിടണം, അല്ലേ? പ്ലാസ്റ്റിക്കുകളൊന്നും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. അപ്പം എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. അപ്പോൾ നമുക്ക് ഇനിയും ഈ സ്കൂളിൽ ഇനിയും ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കണം. നമുക്ക് നല്ലൊരു പച്ചപ്പ് കൊണ്ട് നമ്മുടെ സ്കൂളിനെ മനോഹരമാക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. GTV ന്യൂസ്, ബാലരാമപുരം.